ആദ്യം തൻ്റെ കർമ്മപദ്ധതികളെക്കുറിച്ച് സംസാരിക്കുവാനായി പ്രൊഫസർ KJ ജോയി മുഖാമുഖം. കടുത്തുരുത്തി 409-ലെ 8 പള്ളിയിൽ യൂണിറ്റ് ഇല്ല. മലങ്കര 409-ലെ 4 പള്ളികളിൽ മാത്രമേ യൂണിറ്റ് ഉള്ളൂ. വടമുഖത്ത് ഒറ്റപ്പള്ളിയിൽ പോലും യൂണിറ്റ് ഉണ്ടാകും. ഇവിടെ അച്ഛൻ പറയുണ്ടായി, കരിങ്കുന്നത്ത് 500 ചില്ലുവാൻ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തു. എന്നാൽ എത്രയോ പള്ളികളിൽ ഒരാൾ പോലും മെമ്പർഷിപ്പ് ഇല്ലാത്ത എത്രയോ പള്ളികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ എല്ലാ പള്ളികളിലും മുഴുവൻ കുടുംബങ്ങളെയും ജ്ഞാനായ കത്തലിക് യൂണിറ്റിൻ്റെ അംഗങ്ങളാക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ശാസ്ത്രീയമല്ല. സമയാസമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, 3 കൊല്ലം മുമ്പ് നടക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനം. മൺമറഞ്ഞു പോയ അന്നത്തെ ട്രഷറർ ശ്രീ രാജു മുഖാന്തരം മുൻകൈയെടുത്തു. അങ്ങനെ അവിടെ ഗ്രായിത്തോമ ടവറും അതുപോലെ ഗ്രായിത്തോമ ഭവനവും നിർമ്മിക്കാൻ സാധിച്ചു. പക്ഷേ ആ കേന്ദ്രം കൂടുതൽ വികസിക്കേണ്ടിയിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് മാർത്തോമ ശ്രീഹായുടെ സെമിനറി പ്രമാണിച്ച് സ്ഥാപിച്ച CSIയുടെ കീഴിലുള്ള ആ സ്ഥാപനം പോലെ നല്ല ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണം. നമ്മുടെ ആളുകൾക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ സൗകര്യം ഉണ്ടാകണം. അതുപോലെ മറ്റ് ക്രമീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടിയിരിക്കും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ 140 കോടി രൂപ മുടക്കി ഗ്രായിത്തോമയ്ക്ക് നൽകിയ ആ കോട്ട അവിടെ ഭൂഗർഭ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അവസരത്തിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ആ പ്രദേശത്ത് അവിടെ ഉള്ള ആ കോട്ടയുടെ പരിസരങ്ങളും വികസിക്കുന്നതോടൊപ്പം തന്നെ അവിടെ പുതിയ ഒരു മ്യൂസിയം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിൽ ഒരു ഗ്രായിത്തോമ കോർണർ നമുക്ക് വേണ്ടി നൽകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് അനുകൂലമായി അദ്ദേഹം സംസാരിച്ചു. ഈ സംഘടനയിൽ ഇപ്പോൾ മുതൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആ ചോദ്യങ്ങൾ പരിശോധിച്ച് ഞാൻ സ്പീക്കറായിരുന്നു. കോട്ടയം രൂപതയിലെ 100 വയസ്സായ ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുവാനുള്ള എന്റെ അവകാശമുണ്ടാകാൻ എന്റെ യോഗ്യതയില്ല. വലിയവരായ എനിക്ക് 1 ലക്ഷത്തോളം വരുന്ന ഈ സമുദായങ്ങളുടെ പ്രതിനിധിയായി തീരുമാനമുള്ള അർഹതയുള്ള ദൈവമായി എളിയ സമുദായ പ്രവർത്തനത്തിന്റെ ചരിത്രമേ പാരമ്പര്യമേ എനിക്ക് അവകാശപ്പെടാം. 20ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരി സെൻട്രൽ കോൺസ്റ്റബിൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്റെ ആത്മാവിനെ സമർപ്പിച്ച് പ്രവർത്തിച്ചതിനുള്ള യോഗ്യത മാത്രമേ കൈകൊള്ള വലിയ അവകാശപ്പെടാം. 1984 മുതൽ 1998 വരെ നാരായണ രൂപത ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഈ പ്രവർത്തകൻ രൂപതയിലെ ഓരോ ദേവാലയങ്ങളും സന്ദർശിച്ച് ഇവിടെ വളർന്നു വന്ന ചെറുപ്പക്കാരുടെ സ്വഭാവ രൂപീകരണത്തിനും സമുദായ ബോധവൽക്കരണത്തിനും എളിയ പങ്ക് വഹിച്ചതിന്റെ അഭിമാനമാണ് എനിക്കുണ്ട്. 1996 മുതൽ 2006 വരെ കോട്ടയം അതിരൂപതയുടെ പ്രഥമ പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിച്ചുകൊണ്ട് അഭയാവസ്ഥ
സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടാവും, നിങ്ങളുടെ ദർശനം എന്താണ്? ഈ സമുദായത്തെ സംബന്ധിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ദർശനം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒരു ദർശനം ചെയ്യുന്നത് സൂര്യനും ചന്ദ്രനും നിലനിൽക്കുവാൻ വേണ്ടിയുള്ള പദവി ലഭിച്ച ഈ സമുദായത്തിന്റെ അസ്തിത്വം സ്വഭാവ എന്തോ അനിശ്ചിതമാണ്. എന്താണ് നാനായക്കാരന്റെ നിർവചനം? നാനായക്കാരനായ പിതാവിൽ നിന്നും നാനായക്കാരനെ മാതാവിൽ നിന്നും തിരിക്കുന്നതാണ് നാനായക്കാരൻ. അത് നിലനിർത്തേണ്ട വലിയ ബാധ്യതയാണ്. ഇന്ന് ലോകം ഒരിക്കലും പാപമല്ല. അങ്ങനെ മത്സരിച്ച് വന്നാൽ മാത്രമേ സംഘടന വളരുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനായ ജെയിംസ് മാക്കിയിലും അതുപോലെ നാരായണ ക്യാമ്പസിന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ജസ്റ്റിസ് സെറിയ ജോസഫുമെല്ലാം ഈ വേദിയിലേക്ക് കടന്നു വന്നത് നല്ല കടുത്ത മത്സരത്തിലൂടെയായിരുന്നു. അതിന്റെ 95 ഒരു കടുത്ത മത്സരത്തിലൂടെ എനിക്കറിയാം ഒരു സമവായമാണെങ്കിൽ ഞാനൊരിക്കലും നാരായണ ക്യാമ്പസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത് എൻ്റെ സമവായം ഇവിടുത്തെ ജനങ്ങളുടെ സമവായമായിരുന്നു. അങ്ങനെ ഒരു സമവായം ഇത്തവണ വേദി ഒരുക്കിയിരിക്കുകയാണ്. ഇത്തവണ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഏതാണ്ട് 621 അംഗങ്ങളുണ്ട്. ആ 621 അംഗങ്ങളിലേക്ക് ഇതിൻ്റെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ, നാരായണ വിദ്യാഭ്യാസ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ കടന്നു ചെല്ലുകയും നിങ്ങളുടെ സമവായമാണ് ഈ സംഘടന ശക്തിയും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ സംഘടനയെ ആര് നയിക്കേണ്ടതെന്നും എന്നുമാണ്. നമുക്കറിയാം, വലിയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് കാര്യമില്ല, പ്രവർത്തനമാണ് വലുത്. വലിയ സ്വപ്നങ്ങൾ കാണുന്നു, വലിയ യാത്ര സ്വപ്നങ്ങൾ കാണാം. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം പറഞ്ഞപോലെ വലിയ സ്വപ്നങ്ങൾ കാണണം, പക്ഷേ ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നത്, എനിക്കിവിടെ സാർ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളെ കൊടുങ്ങല്ലൂരുള്ള കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞു. നമുക്കറിയാം, ഒരു ഫുട്ബോളിൽ ഒരിക്കലും ഒരാൾക്ക് തന്നെ ഗോളടിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ഒരാൾ വന്ന് അതിന്റെ ബാക്ക് ഡോറിൽ നിന്ന് അടിച്ചുകൊണ്ട് ഗോൾ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും എല്ലാവിധ നാനാവിധത്തിലുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പരിശ്രമിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്ഷന്ത്യമായി ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കും. ഒന്നൊന്നായി ഓരോ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുവാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. അതിന് സാമ്പത്തികം സാമ്പത്തിക ഒരു പ്രതികൂല സാഹചര്യം ഒരിക്കലും ആയിരിക്കുകയില്ല. നമുക്കറിയാം, ഒരു സംഘടന വളർത്തിക്കൊണ്ടിരിക്കുന്ന ആരുടെ സെക്രട്ടറിക്കോ പ്രസിഡന്റോ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും സാമ്പത്തികമായിട്ടെങ്കിൽ ജീവനുള്ള ഒരു സംഘടന പിടിച്ചു നിർത്തുവാനാണ് നമുക്ക് കഴിയില്ല. ആ സ്രോതസ്സിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആ സ്രോതസ് സമാഹരിക്കുന്നതിനുള്ള കർമ്മപരിപാടികൾ ഞങ്ങളുടെ പ്രകടനത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സമയപരിധികളോട് ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങൾ എന്നെ സംഘടനയുടെ വേരുകളിൽ നിന്നും സമുദായ സ്നേഹം അടുത്തു വയ്ക്കുവാൻ കഴിയുന്ന ഒരു യുവാവ് എന്ന് എൻ്റെ ജീവിതത്തിലുടനീളം ഇന്ന് വരെയും ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ശക്തമായി നിലകൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ നിലനിൽക്കുന്നത്. അതിന് ഈ സ്ഥാനം ഏറ്റെടുക്കുവാൻ യോഗ്യതയില്ല നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ മാത്രം സ്ത്രീകളെ ഞങ്ങൾ ഉയർത്തുന്നത് വ്യക്തമായ ആശയമാണ്. കഴിയുന്ന ആളുകൾ ഈ സമുദായത്തിന് വേണ്ടിയിട്ട് വ്യക്തമായ മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി സംഘടനയെ നയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പി. സാറാണ്. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഈ സംഘടനയുടെ ഡയറക്ടറായി സേവനം ചെയ്ത് എനിക്ക് ഗുരുതരനായിട്ടുള്ള പ്രൊഫസർ ബാബു കൊടുക്കുന്ന സാറാണ്. ഈ സമുദായത്തിന്റെ ശക്തിയായ ആളുകൾ മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. ഞങ്ങൾ 8 യുവ പ്രതിഭകളും ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി